നമസ്കാരം. സാപ്പിയൻസിന് ശേഷം യുവൽ നോവ ഹരാരിയുടെ അടുത്ത പുസ്തകമാണ് ഹോമോ ദേയൂസ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടുമോറോ. മനുഷ്യൻ്റെ ഇതുവരെയുള്ള ചരിത്രം പറയുന്നതാണ് സാപ്പിയൻസ് എങ്കിൽ മനുഷ്യൻ്റെ ഇനിയുള്ള ചരിത്രം പറയുന്നതാണ് ഹോമോ ദേയൂസ്. വ്യവസ്ഥാപിത മത താൽപ്പര്യങ്ങളെ ഉലയ്ക്കുന്ന ഈ ഗ്രന്ഥം ഏറെ പ്രചാരത്തോടെ പുത്തൻ തലമുറയിൽ വായിക്കപ്പെടുന്നുണ്ട് എന്നത് നമ്മെ ഭയപ്പെടുത്തുകയല്ല വേണ്ടത്. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഇതിനെ അഭിസംബോധന ചെയ്യുകയാണ് വേണ്ടത്. 3-ാം സഹസ്രാബ്ദത്തിൻ്റെ പ്രാരംഭം വരെയും മനുഷ്യവംശം നേരിട്ട് പോകുന്ന 3 വലിയ പ്രതിസന്ധികൾ സ്റ്റാർവേഷൻ, എപ്പിഡമിക് ആൻഡ് വയലൻസ് എന്ന് പറഞ്ഞ് പുസ്തകം തുടങ്ങുകയാണ്. എന്നാൽ ഈ കാലത്ത് ഭക്ഷ്യക്ഷാമമല്ല, അമിത ഭക്ഷ്യസാധ്യതകൾ ഏറെ ഉണ്ടാകുന്നു. പകർച്ചവ്യാധികൾക്ക് മരുന്നുകൾ കണ്ടുപിടിക്കുന്നു. മനുഷ്യനിലെ വൈകാരിക പാരമ്യങ്ങളെ നിയന്ത്രിച്ച് കലാപങ്ങൾ പോലുള്ളവ ഒഴിവാക്കാൻ ഹ്യൂമൻ ബയോകെമിസ്ട്രിയിൽ മാനിപ്പുലേഷൻസ് നടത്തുന്നു. ഒടുവിൽ മരണത്തെ തന്നെ അതിജീവിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഹരാരിയുടെ തന്നെ വാക്കുകളിൽ, "We will now aim to upgrade humans into gods and turn Homo sapiens into Homo Deus." മനുഷ്യൻ ലോകത്തെ കീഴടക്കിയതും അവൻ്റെ ദൈവസങ്കല്പങ്ങളും ധാർമ്മിക നിയമങ്ങളും ആത്മാവിനെക്കുറിച്ചുള്ള ധാരണകളും കൊണ്ടുവന്നൊരു സമർത്ഥനം ഈ പുസ്തകത്തിലുണ്ട്. എന്നാൽ സയൻറ്റിഫിക് റെവല്യൂഷന് ശേഷം അവൻ ദൈവത്തെ പുറത്താക്കുന്നു, സെക്കുലറിസത്തിലേക്ക് കടക്കുന്നു. ഹ്യൂമൻസ് സൈലൻസ്ഡ് ദ ഗോഡ് ടു. ഹ്യൂമനിസ്റ്റുകൾ മനുഷ്യനെ തന്നെ സ്വയം വണങ്ങാൻ തുടങ്ങി. എല്ലാത്തരം അനുഭവങ്ങളുടെയും ആധാരവും അർത്ഥവും ലക്ഷ്യവും മനുഷ്യൻ മാത്രമായി. അവൻ്റെ ഭാവനാശേഷി അവനെ അജയ്യനാക്കി തീർത്തത്രേ. എന്നാൽ ഇനിയുള്ള കാലം മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ഈ മാസ്റ്ററിംഗ് പവർ നഷ്ടപ്പെടുകയാണോ എന്ന വലിയ ചോദ്യമാണ് ഈ പുസ്തകത്തിൻ്റേത്. പോസ്റ്റ് ഹ്യൂമനിസം ഉയർത്തുന്ന സന്ദേഹങ്ങൾ. തിയോസെൻട്രിക് ടു ഹോമോസെൻട്രിക് ആൻഡ് നൗ ടു ഡേറ്റാ സെൻട്രിക് വേൾഡ് വ്യൂ. അതാണ് ലോകത്തെ ഭരിച്ചു തുടങ്ങിയിരിക്കുന്നത്. ദൈവകേന്ദ്രീകൃതമായ ആദി മനുഷ്യബോധത്തിൽ നിന്നും സ്വയകേന്ദ്രീകൃതത്തിൽ നിന്നും അഹങ്കരിച്ച മനുഷ്യനിൽ നിന്ന് കാര്യങ്ങൾ പുതിയ ലോകക്രമത്തിലേക്ക് പ്രവേശിക്കുന്നു അത്രേ. ഇവിടെ പാപപുണ്യങ്ങൾ പോലും പുനർനിർണയം ചെയ്യപ്പെടേണ്ടി വരുന്നു. മതത്തിൻ്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. എന്നാൽ നമ്മുടെ ദൈവ അനുഭവങ്ങളും സത്യാവബോധവും കൊണ്ട് ഇത്തരം സന്ദേഹങ്ങളെ നാം അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അതിന് നിശ്ചയമായും പഴയകാല ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളുടെ ആഘോഷം മാത്രമല്ല നമുക്കിടയിൽ വേണ്ടത്. പിന്നെയോ വരുംകാല ചരിത്രത്തെക്കുറിച്ചുള്ള ശ്രദ്ധയും ജാഗ്രതയും കൂടിയാണ്. ശരിക്കും പ്രിയരെ, ഇത്തരം ചില പരീക്ഷകൾ കൂടി നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഈ നോമ്പ് കാലത്ത് വെറുതെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. നമസ്കാരം.